ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കുറച്ചൊന്ന് വൈകി കേട്ടോ, കാരണം കുറച്ച് തിരക്കിലായിരുന്നു. അപ്പം മെറ്റിയോറിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഫ്രണ്ട് സ്പ്രോക്കറ്റിനും റിയർ സ്പ്രോക്കറ്റിനും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത ഇതിൽ നമുക്ക് വളരെ വൃത്തിയായിട്ട് ഞാൻ ചെയ്തുതരാം. അപ്പോൾ എന്നാലും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഫ്രണ്ട് സ്പ്രോക്കറ്റൊക്കെ അയക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം അയക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ ഫസ്റ്റായിട്ട് റീപ്ലേസ്മെൻറ്റിന് വരുന്നതാണ് ഫ്രണ്ട് സ്പ്രോക്കറ്റ് നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ. ഇത് നമുക്ക് പിന്നെ ഫസ്റ്റ് വരുന്നത് ഇത് ചെയിൻ്റെ ലിങ്കാണ്. ഇപ്പം ഞാൻ കാണിച്ചേക്കുന്നത് അതിൻ്റെ ചെയിൻ്റെ ലോക്കാണ്. ആ ലോക്ക് വരുന്ന റിബേറ്റ് ടൈപ്പാണ് വരുന്നത്. പിന്നെ ഫസ്റ്റ് കമ്പനി വരുന്ന ലോക്കില്ലാത്ത ചെയിനാണ് വരിക. കംപ്ലീറ്റ് വിത്തൗട്ട് ലോക്ക് ചെയിനാണ് വരുന്നത്. പക്ഷെ ഇത് നമ്മൾ റീപ്ലേസ്മെൻറ്റിന് കമ്പനി തന്നെ വരുന്നത് വിത്ത് റിബേറ്റ് ലോക്ക് തന്നെയാണ്. പക്ഷെ അത് റിബേറ്റ് ആയിട്ടാണ് വരുന്നത്. റിബേറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ലോക്കാണ് വരുന്നത്. ഇത് ഞാൻ ചെയിൻ ഇപ്പോൾ പഴയ ചെയിനിട്ട് പുതിയ ചെയിൻ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് മെറ്റിയോറിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് 100ൻ്റെ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ മാറ്റുന്ന സമയത്ത് ഒരു ഹെൽപ്പർ കൂടെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പെട്ടെന്ന് തിരക്ക് പിടിച്ചൊന്നും ഈ ഒരു സാധനം മാറ്റിയിട്ട് വിട്ടേക്കരുത്. കാരണം ഈ ലോക്കിന് നമ്മൾ ഈ റിബേറ്റ് ചെയ്യുന്ന ലോക്കിന് ഏതെങ്കിലും രീതിയിൽ പിന്നെ റിബേറ്റ് ആവാതിരിക്കുകയോ അതല്ലെങ്കിൽ ചെറിയ ലൂസോ അല്ല എന്ന് ഏതെങ്കിലും രീതിയിൽ വന്നു കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ ആ ലോക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് വേണ്ട വർക്കാണ് ഈ മെറ്റിയോർ 100 എന്നീ വണ്ടികളുടെ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാൻ, അതായത് അതിൻ്റെ ആ റിബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഹാമറൊക്കെ എടുത്തുകൊണ്ട് അടിച്ച് ഒന്ന് റിബേറ്റ് ആക്കി ജസ്റ്റ് ഒന്ന് പരത്തി വിടുക എന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറാണ്. കാരണം അത് ലൂസാവും. അത്രയും പവറിൽ അത്രയും സ്പീഡിൽ ഓടുന്ന സമയത്ത് ആ ലിങ്ക് ലൂസാവാനും അതോടുകൂടി ആ ലോക്ക് വെളിയിലേക്ക് തെറിക്കാനും ചെയിൻ പൊട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓറിങ് വരുന്നുണ്ട്. ആ ഓറിങ് ഇട്ടതിന് ശേഷം ഓറിങ് ഇട്ട് അതിൻ്റെ മുകളിൽ കണക്ട് ലിങ്കും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് റിബേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ റിബേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ടൈറ്റ് ആയിരിക്കണം. അതായത് ഒരു നൂല് കൂടെ ലൂസ് ഉണ്ടാകാൻ പാടില്ല. ആ ഒരു ലിങ്ക് കറക്റ്റ് ടൈറ്റിൽ നിൽക്കണം. അപ്പോൾ ശരിക്കും വെളിയിലേക്ക് ശരിക്കും ഇതിങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വെളിയിലേക്ക് ശരിക്കും കൈ കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വരില്ല. പിന്നെ അതേമാതിരി തന്നെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇങ്ങനെ ലോക്ക് വരുന്നത്, ലോക്ക് നെട്ടും കമ്പനി ഒന്നിച്ച് ആ സ്പ്രോക്കറ്റ് ലോക്ക് നെട്ട് ഒന്നിച്ചാണ് കമ്പനി വരുന്നത്. കാരണം അയച്ചു കഴിഞ്ഞാൽ രണ്ടാമത് റീപ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമ്മൾ ആ ലിങ്ക് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ആ ലിങ്ക് മാക്സിമം ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് റിബേറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം അപ്പുറത്ത് നിന്ന് ഇട്ട് ആ ഒരു ചെയിൻ്റെ കണക്റ്റിൽ ആ ലോക്ക് കറക്റ്റ് ശരിക്കും പ്രസ്സായിട്ട് നിൽക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ റിബേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതല്ല നമ്മൾ വെറുതെ അപ്പുറത്ത് എന്താ വെച്ച് അവിടെ ചുറ്റിനോട് അടിച്ചിട്ട് അമറോട് വല്ലതും അടിച്ചിട്ട് പരത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ ആ ചെയിന് സൗണ്ട് തുടക്കത്തിൽ സൗണ്ടാണ് വരിക, പിന്നെ അതങ്ങ് തെറിക്കും. പിന്നെ ബാക്കിയുള്ള ഒരു വണ്ടികളമാതിരി യൂസ് വണ്ടികളമാതിരി ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന സമയത്ത് പെട്ടെന്നല്ല ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം തീരും. പക്ഷേ ഈ ഒരു വണ്ടിക്ക് അങ്ങനെയല്ല കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഒരു ഹെൽപ്പർ അനിവാര്യമാണ് കേട്ടോ. ഈ ഒരു വണ്ടി ചെയ്യുന്ന സമയത്ത് ഒരു 2 പേര് നിന്നിട്ട് മാത്രമേ റിബേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിത് റിബേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് റിബേറ്റ് ചെയ്ത ഭാഗം. ഇപ്പം കാണുക ഇവിടെ എത്തി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റിബേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോക്കറ്റ് ഫസ്റ്റ് ആയ സമയത്തൊക്കെ ഊരുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിരിക്കും. അതൊന്നും തട്ടി മുട്ടി ഒന്നും അയക്കാതിരിക്കുക. ശരിക്കും WD-40 ഒക്കെ അടിച്ച് ശരിക്കും ലൂസാക്കിയിട്ട് മാത്രം പിന്നെ ഫ്രണ്ട് പോക്കറ്റ് അയച്ചെടുക്കുക. പിന്നെ എന്തെങ്കിലും ലിവറോ മറ്റോ എടുത്ത് മുടന്തിയിട്ട് കേസ് പൊട്ടാൻ ഇടവരരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.